ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ബീഫ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 250 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ബീഫിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ബീഫ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് വയ്ക്കണം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് കൈകൊണ്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അത്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കുക. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീഫും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തണുക്കാനായിട്ട് വയ്ക്കുക. ഇപ്പം മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഉരുളകളാക്കി എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് എളുപ്പത്തിൽ ഷേപ്പാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കുറച്ച് ചേർക്കാം. ഏതാ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ കോട്ടിങ് തയ്യാറാക്കണം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ്. 5 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക. ബ്രെഡിൻ്റെ 2 വശവും ഒരു പാനിൽ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഞാൻ ചൂടാക്കാതെ തന്നെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കട്ട്ലേറ്റിന് കോട്ടിങ് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും എടുത്ത് ആദ്യം മുട്ടയിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിൽ പൊതിഞ്ഞ് മാറ്റി വയ്ക്കുക. കട്ട്ലേറ്റ് വറുത്തെടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാനാണ് കേട്ടോ നമ്മൾ മുട്ടയിൽ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയിൽ കട്ട്ലേറ്റിൻ്റെ കോട്ടിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നുകൂടി മുട്ടയിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നും ഇട്ട് വറുത്തെടുക്കണം. മീഡിയം തീയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ മിക്സ് നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം തീയിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം.
ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.